100 സീറ്റ് പിടിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കി കനകൊലു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കുക ജയസാധ്യത മാത്രം. കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കാനും പരമാവധി എംപിമാരെ മത്സരിപ്പിക്കാനും നിർദ്ദേശം. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുള്ള പദ്ധതികളാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകൊലു തയ്യാറാക്കിയിരിക്കുന്നത്. ഏതു വിധേനയും ഭരണം തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് മാത്രമാണ് പ്രഥമ പരിഗണന. ഇതിനായി 100-ലധികം സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന നിർദ്ദേശമാണ് കനകൊലു മുന്നോട്ട് വയ്ക്കുന്നത്. ഘടകകക്ഷികളുടെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുക മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം കോൺഗ്രസ് ഇടപെടുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുമെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും മറ്റു ചെറു പാർട്ടികളുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. കഴിഞ്ഞ തവണ ജോസഫ് വിഭാഗം മത്സരിച്ചിരുന്ന ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഇരിങ്ങാലക്കുട, കോതമംഗലം, കുട്ടനാട് സീറ്റുകൾ തിരിച്ചെടുക്കണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. ഈ സീറ്റുകളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ജയസാധ്യത കൂടുതലുണ്ടെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. ത്രിതല പഞ്ചായത്തിലേക്ക് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ കഴിഞ്ഞ തവണ ജോസഫ് വിഭാഗം മത്സരിച്ച സീറ്റുകളിലെല്ലാം മോൻസ് ജോസഫ് MLA നേതൃത്വത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തനം തുടങ്ങിയത് കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ജോസഫ് വിഭാഗം മത്സരിച്ച് പരാജയപ്പെട്ട ഈ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ വിജയിക്കാൻ സാധിക്കും എന്ന വിലയിരുത്തലിലാണ് അവർ. ചങ്ങനാശ്ശേരി, കുട്ടനാട് സീറ്റുകളിൽ പെയ്ഡ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള മോൻസിന്റെ തീരുമാനം UDF-നുള്ളിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. മോൻസിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക എന്നതാണ് പ്രധാന അജണ്ട. നിലവിൽ MPമാരായ 15 പേരാണ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷ ഉള്ളതിനാൽ ഒട്ടുമിക്ക MPമാരും മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ പാലക്കാട് സീറ്റിൽ മത്സരിക്കും. ജയിച്ചാൽ മന്ത്രിസഭയിൽ പ്രധാന വകുപ്പ് ലഭിക്കുകയും ചെയ്യും. പീഡന കേസിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകാൻ സാധ്യതയില്ല. ജോസഫ് വിഭാഗം MP ഫ്രാൻസിസ് ജോർജ് കോതമംഗലം സീറ്റിൽ മത്സരിച്ചേക്കും. അടൂർ സീറ്റിൽ കൊടിക്കുന്നിൽ സുരേഷും തൃശൂർ സീറ്റിൽ TN പ്രതാപനും മത്സരിക്കുമെന്നാണ് അറിയുന്നത്. എന്നാൽ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടേതായിരിക്കും. സാക്ഷാൽ AK ആന്റണിയാവും കോൺഗ്രസിനെ നയിക്കുക എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ചേർത്തലയിൽ നിന്നുമായിരിക്കും അദ്ദേഹം ജനവിധി തേടുക. K മുരളീധരൻ വട്ടിയൂർക്കാവിലും KC വേണുഗോപാൽ ആലപ്പുഴയിലും ഡീൻ കുര്യാക്കോസ് ഉടുമ്പൻചോല സീറ്റിലും മത്സരിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പൊതു തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനിയും ഏകദേശം 7-8 മാസത്തോളം ബാക്കി നിൽക്കെ ഇപ്പോൾ എടുക്കുന്ന പല തീരുമാനങ്ങളും മാറ്റേണ്ടി വന്നേക്കാം. ഭരണം തിരിച്ചുപിടിക്കുന്നതിനായി UDF-ഉം ഭരണ തുടർച്ച ഉണ്ടാകുന്നതിനായി LDF-ഉം തങ്ങളുടെ ശക്തിയും സാന്നിധ്യവും ഉറപ്പുവരുത്തുന്നതിനായി BJP നേതൃത്വം നൽകുന്ന NDA-യും അരയും തലയും മുറുക്കി കളത്തിലിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് പ്രവചനാതീതമായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.